ഉപ്പുതോട് മാക്കുമുക്ക് ഉദിയ സിറ്റി റോഡ് നന്നാക്കാത്തതിൽ നാട്ടുകാരുടെ പ്രതിഷേധം. വർഷങ്ങളായി തകർന്നു കിടക്കുന്ന റോഡിന്റെ അവസ്ഥ ജനങ്ങൾ അധികൃതരെ അറിയിച്ചിട്ടും ജനപ്രതിനിധികൾ തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം. പാത്തിക്കുടി പഞ്ചായത്തിലെ ഏറെ പ്രധാനപ്പെട്ട പാതകളിലൊന്നായ ഉപ്പുതോട് മാക്കുമുക്ക് റോഡ് തകർന്നിട്ട് വർഷങ്ങൾ പലത് കഴിഞ്ഞു. റോഡ് പണിയണമെന്നാവശ്യപ്പെട്ട് ത്രിതല പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളെ നിരവധി തവണ നാട്ടുകാർ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടും റോഡിനായി പണം അനുവദിച്ചില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ജില്ലാ പഞ്ചായത്തിന് ഈ റോഡ് കൈമാറിയിട്ടുണ്ട് എന്നുള്ളതാണ് അറിയുന്നത്. പക്ഷേ അതിനുശേഷം ജില്ലാ പഞ്ചായത്തോ ഗ്രാമപഞ്ചായത്തോ ബ്ലോക്ക് പഞ്ചായത്തോ ത്രിതല പഞ്ചായത്തുകളോ ഒരു ഫണ്ടും ഈ റോഡിന് അനുവദിക്കാത്ത സ്ഥിതിയാണ്. ഈ വഴിക്ക് വിവിധ സ്കൂളുകളിലേക്കുള്ള സ്കൂൾ ബസ്സുകൾ എല്ലാ ദിവസവും പോകുന്നുണ്ട്. അതുകൂടാതെ കരിക്കുമേട് ദേവീക്ഷേത്രം, ഉപ്പുതോട് സെന്റ് ജോസഫ് ദേവാലയം, ഗവൺമെന്റ് ഹൈസ്കൂള്, ഉപ്പുതോട് ഗവൺമെന്റ് UP സ്കൂള്, ഇങ്ങനെ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും ഈ പ്രദേശത്തെ ആളുകൾ, അതുകൂടാതെ ഉപ്പുതോട് യൂണിയൻ ബാങ്ക്, ആയുർവേദ ആശുപത്രി, മുരിക്കാശ്ശേരി പാവനാത്മ കോളേജ്, 16-ാം കണ്ടം ഗവൺമെന്റ് HS, ഇങ്ങനെ പല സ്ഥലങ്ങളിലേക്ക് അതുപോലെ പോകുന്ന ആളുകൾ ഈ റോഡ് ശരിയാകാത്തതിന്റെ പേരിൽ വളരെ ബുദ്ധിമുട്ടുകയാണ്. അതേസമയം പ്രളയ പുനർനിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുത്തി 10 ലക്ഷം രൂപ നീക്കിവെച്ച് ബ്ലോക്ക് പഞ്ചായത്ത് ടെൻഡർ ചെയ്തെങ്കിലും കരാർ ഏറ്റെടുക്കാൻ കരാറുകാർ ആരും മുന്നോട്ട് വന്നില്ലെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം വ്യക്തമാക്കി. നാട്ടുകാർ ചേർന്ന് റോഡിൽ വാഴ നട്ട് പ്രതിഷേധിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട വഴിയായ മാക്കുമുക്ക് ഉദയ സിറ്റി റോഡിന്റെ പൊളിഞ്ഞ അവസ്ഥയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇതിലെ ജനങ്ങൾക്ക് നടന്ന് ഇറങ്ങി പോകാൻ പോലും വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. നമ്മുടെ ഫ്ലഡിന്റെ പദ്ധതിപ്പെടുത്തി ഫ്ലഡിന്റെ വർക്കിപ്പെടുത്തി ഒരു 10 ലക്ഷം രൂപ ഈ റോഡിന് അനുവദിച്ചിരുന്നതാണ്. പക്ഷേ ഫ്ലഡിന്റെ വർക്കായതുകൊണ്ടും മെറ്റീരിയൽസിന്റെ ഷോർട്ടേജ് കൊണ്ടുമൊക്കെ ഒരു കോൺട്രാക്ടർമാരും ഇതിന്റെ ടെൻഡർ എടുക്കാൻ തയ്യാറായില്ല. 2 പ്രാവശ്യം ടെൻഡർ ഇട്ടിപ്പോൾ കൊട്ടേഷൻ ഇട്ടിട്ടുണ്ട്. പൈസ ബില്ല് സമയത്ത് മാറിക്കിട്ടുന്നില്ല എന്നൊരു കാര്യമാണ് അവർ ഇതിനൊരു കാരണമായിട്ട് പറയുന്നത്. ആശുപത്രി ആവശ്യങ്ങൾക്കായി ഒരു ഓട്ടോറിക്ഷ പോലും വരാത്ത സാഹചര്യമാണെന്നും നാട്ടുകാർ പറയുന്നു. പ്രദേശത്തെ ജനപ്രതിനിധികളെല്ലാം ഈ പ്രശ്നത്തിൽ ഇടപെടണമെന്നും റോഡിന്റെ നിർമ്മാണം ആരംഭിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾ ആരംഭിക്കുമെന്നും നാട്ടുകാർ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, മുരിക്കാശ്ശേരി.